ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്നത് തൊടുപുഴയ്ക്കും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്ക് വാഴക്കുളം ടൗണിനടുത്തുള്ള വാഴക്കുളം ടൗണിൽ നിന്ന് ഒരു 800 മീറ്ററേ ഉള്ളൂ. ആ 800 മീറ്റർ ദൂരം വരുന്ന ഒരു 2500 സ്ക്വയർ ഫീറ്റ് വീടും 1.25 ഏക്കർ സ്ഥലവുമാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ നോക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇത് നമ്മൾ ഹൈവേ നിന്ന് കയറി വരുന്ന വഴിയാണ്. ഹൈവേ എന്ന് പറയുമ്പോൾ മൂവാറ്റുപുഴ തൊടുപുഴ ഹൈവേ, അത് വാഴക്കുളത്ത് നിന്ന് 800 മീറ്റർ. അപ്പോൾ ആ ഹൈവേയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഈ വീടിൻ്റെ മുറ്റം വരെ 150 മീറ്ററാണുള്ളത്. 100 മീറ്റർ 150 മീറ്ററിനകത്തേ ഉള്ളൂ, മാക്സിമം 150 മീറ്റർ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വീട്. നമ്മൾ ഈ കാണുന്ന കല്ല് കെട്ടിയിരിക്കുന്നത് വീടിൻ്റെ കറക്റ്റ് അതിരാണ്. ഈ കാണുന്നതാണ് വീട്. 2500 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം വീടാണ്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരെണ്ണം നോൺ അറ്റാച്ച്ഡ്. ഈ സൈഡിലെ ഈ കെട്ട് കറക്റ്റ് അതിരിലാണ് കെട്ട് വന്നിരിക്കുന്നത്, അതായത് മുറ്റം ഇതിൻ്റെ ഒരു അതിരാണ്. ബാക്കി വീടിൻ്റെ പുറകിലേക്കാണ് സ്ഥലം കിടക്കുന്നത്. ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളമുള്ള വീടാണ്. വലിയൊരു കിണറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കാണാൻ പറ്റും വെള്ളത്തിൻ്റെ അളവ്. നല്ല തെളിഞ്ഞ വെള്ളമുള്ള കിണറാണിത്. ഇവിടെ നിന്ന് മുകളിലേക്കാണ് ബാക്കി സ്ഥലം കിടക്കുന്നത്. ഒരു 9 ജാതിയോളം ഇതിനകത്ത് നന്നായിട്ട് കായ്ക്കുന്ന ജാതിയുണ്ട്. ബാക്കി റബ്ബറാണ്. പിന്നെ അത്യാവശ്യം ആഞ്ഞിലി, പ്ലാവ്, അങ്ങനെയുള്ള കുറച്ച് തടികളുമുണ്ട്. ഒരുപാടൊന്നുമില്ല. ഒരു വലിയ ആഞ്ഞിലി ഒരെണ്ണമുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഒരല്പം ചരിവുള്ള സ്ഥലമാണ്. അപ്പോൾ അത് കയറാൻ വേണ്ടി കുത്തുകല്ലൊക്കെ അവിടെ ഉണ്ട് നമുക്ക് കയറി പോകാനായിട്ട്. അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്ന 9ഓളം ജാതിയുണ്ട്. മുകളിലേക്ക് അത്യാവശ്യം നല്ല ചരിവ് തന്നെ ഉണ്ടെന്ന് പറയാം. പക്ഷേ എന്നാലും നമുക്ക് കയറി ഇറങ്ങി പോകാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല. മാർക്ക് ചെയ്യാറായ റബ്ബറാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റ് കാണുന്ന കയ്യാല, അതിൻ്റെ മുകളിലൊരു 10-15 സെൻറ്റ് സ്ഥലം വെറുതെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ വരെയാണ് നമ്മുടെ അതിര് വരുന്നത്. റബ്ബർ വെട്ടി തുടങ്ങിയിട്ടില്ല. മാർക്ക് ചെയ്യാറായി നിൽക്കുന്ന റബ്ബറുകളാണ്. ഒരു വലിയ ഒരു ആഞ്ഞിലി ഇവിടെ നിൽപ്പുണ്ട്. അതിരിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ പറമ്പിനകത്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ആഞ്ഞിലിയാണത്. പിന്നെ പ്ലാവ്, മാവ് ഇതൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വീടൊന്ന് കാണാം.
2500 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇതാണ് ഫ്രണ്ട് ഡോറ്. 2 പാളിയുള്ള ഡോറാണ്. കംപ്ലീറ്റ് തേക്കും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അതുകൊണ്ട് ഞാൻ ബെഡ്റൂമിൻ്റെയും ബാത്റൂമിൻ്റെയും ഒന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് ഒരു ലിവിങ് റൂമാണ് നേരത്തെ കണ്ടത്. ഇത് ഹാള്. അവിടെയാണ് TV പോയിൻ്റ്. അതിൻ്റെ അടിയിലൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. അവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. ഇത് മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പിൻ്റെ അടിയിൽ വരുന്ന സ്പേസാണ്. അത് നന്നായിട്ട് കബോർഡ് വർക്കൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇത് ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അതിൻ്റെ ബാത്റൂമാണ് ഈ കാണുന്നത്. ഇത് അടുത്ത ഒരു ബെഡ്റൂമാണ്. നമ്മൾ നേരത്തെ കണ്ട വാഷ് ഏരിയയുടെ 2 സൈഡിലായിട്ട്, ഓപ്പോസിറ്റ് സൈഡിലായിട്ട് 2 ബെഡ്റൂമാണ്. അതിൽ ഒരെണ്ണം നമ്മൾ നേരത്തെ കണ്ടു. ഇത് രണ്ടാമത്തെ. ഇത് താഴെയുള്ള ഒരു കോമൺ ബാത്റൂമാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമും. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ എല്ലാം ഉണ്ട്. ഇതാണ് നാലാമത്തെ ബെഡ്റൂം. മൊത്തം 4 ബെഡ്റൂം. അതിൽ 3 അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്ക് അടുക്കളയും കൂടെ ഒന്ന് നോക്കാം. ഇതാണ് അടുക്കള. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അടുക്കളയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് താഴെ മുകളിലുമായിട്ടുണ്ട്. അതെല്ലാം കബോർഡ് വർക്ക് എല്ലാം ചെയ്ത് നല്ല ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഡോറിൻ്റെ എല്ലാം ഫ്രെയിംസ് തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള അടുക്കളയാണ്. ഇതാണ് രണ്ടാമത്തെ അടുക്കള. ഇവിടെ സിങ്ക് വെച്ചിട്ടുണ്ട്. ഇത് വിറകൊക്കെ കത്തിക്കുന്ന അടുപ്പ് വരുന്ന ഏരിയയാണ്. മുകളിലൊക്കെ എപ്പോഴും ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് വർക്ക് ഏരിയ. ഇത്രയാണ് താഴത്തെ നില. ഇനി നമുക്ക് മുകളിലത്തെ നിലയിൽ ഒന്ന് നോക്കാം. മുകളിലത്തെ നിലയിൽ റൂമൊന്നുമില്ല. ഒരു ഹാള് മാത്രമേ ഉള്ളൂ. ഹാൻഡ് റെയിലൊക്കെ ചെയ്തിരിക്കുന്നത് സ്റ്റീൽ പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണൊരു ഹാള് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഹാളിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇതുപോലൊരു ഏരിയ ഉണ്ട്. തുണിയൊക്കെ ഉണങ്ങാൻ വേണ്ടി ഉള്ള ഒരു ഏരിയ. അത് ഞാൻ താഴെ ഒരുപാട് തുണി ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫ്ലോർ കാണിക്കുന്നില്ല. ഇതാണ് ടെറസിൻ്റെ മറ്റൊരു വശം. അപ്പോൾ ഇത്രയാണ് വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ്.
നമുക്കപ്പോൾ ഇതിൻ്റെ വിലയൊന്ന് നോക്കാം. വാഴക്കുളം ടൗണിൽ നിന്ന് 800 മീറ്റർ മാത്രമേ ഉള്ളൂ. ഹൈവേന്ന് ഒരു 100 മീറ്ററിനും 150 മീറ്ററിനും അകത്തേ ഉള്ളൂ. 2500 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം വീടാണ്. അപ്പോൾ ഇതിന് പ്രോപ്പർട്ടി ഓണർ ചോദിക്കുന്നത് 1.25 ഏക്കർ സ്ഥലവും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പ്രോപ്പർട്ടി ഓണർ ചോദിക്കുന്നത് 1,75,00,000 രൂപയാണ്. അപ്പോൾ അത് വാഴക്കുളം ടൗണിൻ്റെ തൊട്ടടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചോദിക്കുന്ന വില. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇനി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതുപോലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.